ഹായ് ഓൾ, അസ്സാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ മക്കൾക്ക് സ്കൂളൊക്കെ ഉള്ള ഒരു ദിവസത്തെ വ്ലോഗാണ് കേട്ടോ. കുറച്ച് ദിവസം മക്കൾ സ്കൂളിൽ പോയിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം അവർ പോകാൻ തുടങ്ങിയിട്ടുണ്ട്. അതായത് നിങ്ങൾ ഈ കാണുന്ന 2 ദിവസം മുമ്പത്തെ കാര്യങ്ങളാണ് ഇതിലുള്ളത്. ഈ വീഡിയോയിൽ പ്രത്യേകമായിട്ട് ഞാനൊരു കാര്യം, ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യം നിങ്ങളുടെ പറയുന്നുണ്ട്. ഞാൻ ആക്ച്വലി ആരടുത്തും പറയരുത്, കാര്യമൊക്കെ അങ്ങോട്ട് നടന്ന് പോട്ടെ എന്ന് വിചാരിച്ചിരുന്നൊരു കാര്യമാണ്. പക്ഷേ പറയേണ്ടത് നിർബന്ധിതാവസ്ഥ ആയതുകൊണ്ട് അപ്പോൾ പിന്നെ ഏതായാലും പറയാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ വീഡിയോ എന്തായാലും ഫുള്ളായിട്ട് കാണുക. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒരു ഇമോജി ആയിട്ടെങ്കിലും കമൻ്റ് ഇടുക. നിങ്ങളുടെ ഓരോരുത്തരുടെയും ദുആ വേണം. ജീവിതത്തിൽ വലിയൊരു സംഭവം, കുറേ കാലത്തെ വലിയൊരു ആഗ്രഹം നടക്കാൻ പോകുന്നുണ്ട്. ആ കാര്യം ഞാനിതിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നേരത്തെ എണിച്ചു, സുബഹി നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ചുച്ചുക്കുട്ടീനാണ് കേട്ടോ ഫസ്റ്റ് വിളിച്ച് വിടുക. അവൾ ഫസ്റ്റ് പോയിട്ട് വേഗം വിളിച്ചതും വേഗം എണീക്കുകയും ചെയ്യും. വേഗം പോയി കുളിച്ചിട്ട് വന്നിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യുന്നത് ചുച്ചുക്കുട്ടിയാണ്. പണ്ട് നമ്മുടെ റനക്കുട്ടി എനിക്ക് ഷൂട്ട് ചെയ്യാൻ ആ ചെറിയ പ്രായത്തിൽ വരൂല, അതേപോലെ ഇപ്പോൾ ചുച്ചുക്കുട്ടിക്ക് ഇൻട്രസ്റ്റ് ആണ് ഷൂട്ട് ചെയ്ത് തരാം, അമ്മീനെ ഹെൽപ്പ് ചെയ്ത് തരാമെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഫസ്റ്റ് അവളിനെ വിളിച്ച് വിട്ടിട്ട് നീ കുളിച്ചിട്ട് വാ, അപ്പോഴേക്കും ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അവൾ കുളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഫ്രിഡ്ജിൽ എന്തൊക്കെയാണ് സാധനങ്ങൾ തപ്പി എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കാര്യമായിട്ട് സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മുടെ കയ്യിൽ ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് കുറച്ച് മക്കൾക്ക് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ എന്താ പറ്റുകയെന്ന് പറഞ്ഞിട്ട് നോക്കിയപ്പോൾ ഒരു 2 സ്വീറ്റ് കോൺ ഉണ്ടായിരുന്നു. കുറേ മുമ്പ് വാങ്ങി വെച്ചതാണ്. കേട് വരാനായിട്ടുണ്ട്, പക്ഷെ കേട് വന്നിട്ടില്ല കേട്ടോ. പിന്നെ ഒരു 3 ക്യാരറ്റും ഉണ്ടായിരുന്നു, ഒരു കുക്കുംബറും ഉണ്ടായിരുന്നു. ഇത് വെച്ചിട്ടാണ് ഇന്ന് നമ്മുടെ മക്കൾക്ക് നമ്മൾ ലഞ്ച് ബോക്സ് തയ്യാറാക്കാനായിട്ട് പോകുന്നത് കേട്ടോ. പിന്നെ ഞാൻ മിക്ക സമയത്തും ബാസ്മതി റൈസിൽ കുട്ടികൾക്ക് ഈ സ്പെഷ്യൽ റൈസൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ചോദിക്കാറുണ്ട് സാദാ റൈസിൽ പറ്റുമോ എന്നുള്ളത്. നമുക്ക് ബാസ്മതി റൈസ് തന്നെ വേണം എന്നൊന്നുമില്ല. നമ്മുടെ വീട്ടിൽ ഏത് റൈസാണോ ഉള്ളത് അത് വെച്ചിട്ട് നമുക്ക് മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കാം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് പൊന്നി അരിയാണ്, വൈറ്റ്, തമിഴ്നാട്ടിലൊക്കെ യൂസ് ചെയ്യൂലേ അങ്ങനത്തെ റൈസാണ്. നിങ്ങൾ മട്ടേരി ആണെങ്കിൽ മട്ടേരി, അല്ലെങ്കിൽ കുറച്ച് വണ്ണുള്ള അരികളാണെങ്കിൽ അതിൽ ഏതിൽ വേണമെങ്കിലും നമുക്ക് അങ്ങനത്തെ റൈസുകളൊക്കെ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ പൊന്നി റൈസാണ് എടുത്തിട്ടുള്ളത്. സാധാരണ നമ്മൾ ഉച്ചയ്ക്ക് ചോറ് വയ്ക്കുന്ന റൈസാണ് കേട്ടോ. അതൊന്ന് വാഷ് ചെയ്ത് ഇതുപോലെ എടുത്തിട്ട് സാധാ ചോറ് ഉണ്ടാക്കുന്ന പോലെ അരി ഇടുന്നുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങളിവിടെ ചോറ് വയ്ക്കുന്ന സമയത്ത് അതിൽ ഉപ്പിട്ടിട്ടാണ് ചോറ് വെക്കുന്നത്. അപ്പോൾ ആ റൈസിനൊരു പ്രത്യേക ടേസ്റ്റും ഉണ്ടാവും. മിക്ക ഭാഗങ്ങളും ഉപ്പിടാറില്ല, അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറഞ്ഞത്. പിന്നെ നമ്മുടെ ഷൂട്ട് ചെയ്യുന്ന ആ ഒരു മെയിൻ ഏരിയ എന്ന് പറയുമ്പോൾ ആ ഒരു ഏരിയയാണ്, അതൊക്കെ ഒന്ന് ക്ലീനാക്കി വെച്ചു. അപ്പുറത്തും ഇപ്പുറത്തുമായിട്ടായിരിക്കും ഷൂട്ട് നടക്കുക, കാരണം ഇവിടെയാണ് ചോറ് വെക്കുന്നതും അങ്ങനത്തെ ഹെവി ആയിട്ടുള്ളതൊക്കെ. ബാക്കി അപ്പുറത്ത് വന്നിട്ട് ഞാൻ ഇൻസ്റ്റഗ്രാമിലേക്ക് നിങ്ങൾക്ക് ചെറിയ റെസിപ്പി ആയിട്ട് വേണമെന്ന് അറിയില്ല, ഷോർട്ട് വീഡിയോ ആയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ കിച്ചണിലാണ് നമ്മൾ ഈ കുക്ക് ചെയ്യുന്നത് കേട്ടോ. പിന്നെ അതേ സ്വീറ്റ് കോണും നമ്മുടെ 3 ക്യാരറ്റും 2 എന്താണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, മനസ്സിലാക്കിക്കോളി. അപ്പോൾ ക്യാരറ്റ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ചിലരെങ്കിലും നമ്മൾ ഷോർട്സ് കണ്ടിട്ട് ഭയങ്കര ഹെവിയാണ്, ലക്ഷറി ആണ് എന്നൊക്കെ പറയും. ഒന്നല്ല, ആകെ 2-3 ക്യാരറ്റ്, ഒരു കുക്കുംബർ, ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ചെയ്യുന്നതിൽ ചെറിയൊരു മാറ്റം അങ്ങോട്ടും ഇങ്ങോട്ടും വരുത്തി കഴിഞ്ഞാൽ സംഭവം ഡിഫറെൻ്റായി വെറൈറ്റിയായി മക്കൾക്ക് കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന പോലെ ആയിക്കോട്ടെ കേട്ടോ. പിന്നെ ഇല്ലേ, നിങ്ങൾ മക്കൾക്ക് നല്ല ഓൺലൈൻ ട്യൂഷനൊക്കെ അന്വേഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ആൽബ ലേണിംഗ് നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. ആൽബ ലേണിങ്ങിൽ 1 സ്റ്റുഡൻറ്റ് 1 ടീച്ചർ എന്ന രീതിയിലാണ് ക്ലാസ്സുകളൊക്കെ എടുക്കുന്നത്. ഓരോ കുട്ടിയുടെയും പഠന നിലവാരം മനസ്സിലാക്കി ഓരോ കുട്ടിക്കും പ്രത്യേകമായിട്ടുള്ള ശ്രദ്ധയോടെയാണ് അവർ പഠിപ്പിക്കുന്നത്. എന്നാൽ ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്ന രീതിയിൽ പഠിപ്പിക്കാൻ പല രക്ഷിതാക്കൾക്കും ആഗ്രഹമൊക്കെ ഉണ്ടാവും. ഫീസ് എല്ലാവർക്കും ചിലപ്പോൾ താങ്ങാൻ പറ്റിക്കൊള്ളണമെന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഈ ആൽബ ലേണിംഗ് ഇപ്പോൾ ഒരു പ്രത്യേക ബഡ്ജറ്റ് പാക്കേജ് അവതരിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. സാമ്പത്തികമായിട്ട് എല്ലാവർക്കും പറ്റുന്ന നിരക്കിൽ മികച്ച അധ്യാപകരുടെ സഹായത്തോടെ ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ സ്പെഷ്യൽ പാക്കേജിലേക്ക് ആദ്യത്തെ 1000 വിദ്യാർത്ഥികൾക്കാണ് അഡ്മിഷൻ ഉണ്ടാവുക.
ഇവരുടെ KG മുതൽ +2 വരെ സ്റ്റേറ്റ്, CBSE, ICSE തുടങ്ങിയ എല്ലാ സിലബസിൽ നിന്നും ഇന്ത്യയിൽ നിന്നും വിദേശത്തു നിന്നും ഒക്കെ ജോയിൻ ചെയ്യാൻ പറ്റും. ഫ്രീ ഡെമോ ക്ലാസ് ഉണ്ടാവും. നല്ല പരിചയസമ്പന്നരായിട്ടുള്ള അധ്യാപകരാണ് ക്ലാസ്സൊക്കെ എടുക്കുന്നത്. അപ്പോൾ ഗൾഫിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് പ്രത്യേക പാക്കേജ് ലഭ്യമാണ് കേട്ടോ. ഇന്ത്യയിൽ നിന്നും വിദേശത്തു നിന്നും ഒക്കെ അഡ്മിഷൻ എടുക്കാനായിട്ട് പറ്റും. എല്ലാ വിദ്യാർത്ഥികൾക്കും മലയാളം, മാത്സ്, സയൻസ് തുടങ്ങിയ എല്ലാ വിഷയങ്ങളിലും സൗജന്യമായിട്ട് ഫൗണ്ടേഷൻ ക്ലാസ് അവർ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഓൺലൈൻ ട്യൂഷനൊക്കെ ഒരുപാട് പേർക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും ഭയങ്കര ബഡ്ജറ്റായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ചേരാത്തവരൊക്കെ ഉണ്ടാവില്ല. അങ്ങനെയുള്ളവർ ഈ ഒരു ബഡ്ജറ്റ് പാക്കേജിൽ അഡ്മിഷൻ എടുക്കാൻ ഞാൻ താഴെ വാട്സാപ്പ് ലിങ്ക് കൊടുക്കുന്നുണ്ട്. അതിൽ വന്നിട്ട് കുട്ടിയുടെ പേരും അതേപോലെ ക്ലാസ്സും അതിൻ്റെ ഒപ്പം സിലു ടോക്കെന്നും കൂടെ മെസ്സേജ് ചെയ്താൽ മതി. വേണ്ടവർ പെട്ടെന്ന് രജിസ്റ്റർ ചെയ്തോ. 1000 സീറ്റുകളാണ് ഈ ഒരു ഓഫറിൽ ഉണ്ടാകുന്നത് കേട്ടോ. വാട്സാപ്പ് ലിങ്ക് ഞാൻ കമൻറ്റിൽ പിൻ ചെയ്ത് വയ്ക്കാം, ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം. അപ്പോൾ ഞാൻ കിച്ചണിലുള്ള ബാക്കിയുള്ള അറേഞ്ച്മെൻറ്റ്സ് എല്ലാം ചെയ്തിട്ട് നമ്മുടെ ഇച്ചു ബേബീനെ അടിയിൽ കൂടെ ഒന്ന് പോയിട്ട് കുളിപ്പിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അവൾ പിന്നെ തീരെ ചെറുതായതുകൊണ്ട് ഒറ്റയ്ക്ക് നീ പോയി കുളിക്കിന്ന് പറയാൻ പറ്റില്ലല്ലോ. ഇടയിൽ കൂടെ അതും കൂടെ പോയി ചെയ്യുമ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കുളമാവും. പക്ഷെ ഇവളാണെങ്കിൽ നേരത്തെ എണിപ്പിച്ച് കഴിഞ്ഞാൽ വിശക്കണു എന്ന് പറഞ്ഞിട്ട് നിൽക്കും. ആ സമയത്ത് ചിലപ്പോൾ ഒന്നും കൊടുക്കാനില്ലെങ്കിലോ. ആൾക്ക് ഭയങ്കര ഒരു എന്താ പറയുക ഗ്രാറ്റിറ്റ്യൂഡുള്ള ഒരു കുട്ടിയാണ് കേട്ടോ നമ്മുടെ ഇച്ചു ബേബി. നമ്മളെന്തെങ്കിലും ചെയ്ത് കൊടുത്താൽ അപ്പം ഐ ലവ് യു പറയും, കുറേ ഉമ്മ തരും, അങ്ങനെ. അപ്പോൾ ശരി, ഞങ്ങളിതേ വീണ്ടും കിച്ചണിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇച്ചു ബേബി ഇങ്ങനെ കാലിൻ്റെ ചുറ്റും ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും എന്തെങ്കിലും ചോദിച്ചിട്ടും ഒക്കെ. നമുക്കാണെങ്കിൽ യൂട്യൂബിൽ ഈ കുട്ടികളുടെ ഇടയിൽ കാണുമ്പോൾ ചില സമയത്ത് പ്രശ്നമാവും. അതുകൊണ്ട് ഞാൻ അവളിങ്ങനെ മാറാൻ പറഞ്ഞു. പിന്നെ ഇതേ ഞാനൊരു 5-6 മുട്ടയും കൂടെ എടുത്തിട്ട് പുഴുങ്ങാനായിട്ട് ഇടുന്നുണ്ട്. അപ്പല്ലേ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സംഭവം എന്താണെന്നുള്ളത് പറയാം. എൻ്റെ ജീവിതത്തിലെ ഓർമ്മ വെച്ച അല്ലെങ്കിൽ ബുദ്ധി വെച്ച നാൾ മുതലുള്ള വലിയൊരു ആഗ്രഹമാണ് ഉംറ ചെയ്യാൻ പോകണം. പടച്ചോൻ്റെ ആ വിളിക്ക് ഉത്തരം നൽകി നമ്മൾ ആ പുണ്യഭൂമിയിലേക്ക് എത്തണം എന്നുള്ളത്. ഞാനൊരു 10 കൊല്ലം മുമ്പ് എൻ്റെ അടുത്തൊരു 8 പവനോളമുള്ള എൻ്റെ ഒരു ചെയിൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അപ്പോൾ വിചാരിച്ചു അത് വിറ്റിട്ട് നമുക്ക് 2 പേർക്കും പോവാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് വേറെ എന്തെങ്കിലും ആവശ്യം വരും എന്ന് പറഞ്ഞിട്ട് അത് മുടക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ സമയം നമുക്ക് സമയം ആയിട്ടില്ല എന്ന് വെക്കാം. പിന്നെയെന്ന് പറയുമ്പോൾ പടച്ചോൻ്റെ വിളി ഉണ്ടെങ്കിലേ നമുക്ക് അവിടെ എത്താൻ പറ്റുള്ളൂ എന്നുള്ളൊരു കാര്യമാണല്ലോ. അപ്പോൾ പടച്ചോൻ എന്നെ ഇപ്പോൾ വിളിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ആ വിളിക്ക് ഉത്തരം നൽകാനായിട്ട് ഞാൻ ഉംറയ്ക്ക് പോകാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. ഞാൻ ഒരു 1 ഇയറായിട്ട് നല്ലോണം ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. മൈൻഡ് ഒന്ന് സെറ്റാവണം. എനിക്ക് അവിടെ പോയി കഴിഞ്ഞാൽ എൻ്റെ കുറേ ചോദ്യങ്ങൾക്കുള്ള മറുപടിയും എൻ്റെ കുറേ വിഷമങ്ങൾക്കുള്ള ഒരു ഇതും ഒക്കെ എനിക്ക് കിട്ടും എന്തോ ഒരു പ്രതീക്ഷ. അപ്പോൾ കുറേ ദിവസമായിട്ട് ആഗ്രഹിക്കുന്നതാണ്. ഞാൻ ആദ്യം വിചാരിച്ച അമ്മ ഹജ്ജിന് പോണതിന് മുമ്പ് പോവാമെന്നുള്ളത്. പക്ഷേ എനിക്ക് സാധിച്ചില്ല. പിന്നെ എനിക്ക് തോന്നി ശരി അമ്മ ഹജ്ജിന് പോയിട്ട് വന്ന ഉടനെ തന്നെ നമുക്ക് പോകണം എന്നുള്ളത്. പിന്നെയും എന്തോ ഒരു ഇതുപോലെ എനിക്ക് ഉണ്ടായിരുന്നു. കുറച്ച് കാര്യങ്ങൾ ഫിനാൻഷ്യൽ കാര്യങ്ങളൊക്കെ റെഡിയാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ നോക്കിയപ്പോൾ പെട്ടെന്ന് കൂടുതലൊന്നും ചിന്തിച്ചില്ല. പെട്ടെന്ന് ആ ഒരു അന്വേഷണം വന്നപ്പോൾ ഞാൻ എൻ്റെ ദിവസങ്ങൾ, ഡേറ്റുകൾ, കാര്യങ്ങൾ, എൻ്റെ ജോലി, അങ്ങനത്തെ സംഭവങ്ങൾ, മക്കളെന്തെയും ഒന്നും ചിന്തിച്ചില്ല. അങ്ങോട്ട് ഓക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനങ്ങനെ ഉംറയ്ക്ക് പോകാനായിട്ട് കൺഫേം ആയിട്ടുണ്ട്. ഈ വരുന്ന 24th ഇൻഷാ അല്ലാ ഞാനിവിടെ നിന്ന് പുറപ്പെടുന്നതായിരിക്കും. ആരുടെ കൂടെയാണ് പോണത് എന്താണ് എന്നുള്ള ഡീറ്റെയിൽസൊക്കെ പിന്നീട് ഞാൻ കൂടെ വരുന്നവരുടെ സമ്മതം കൂടെ ചോദിച്ചിട്ട് ഞാൻ പറയാം കേട്ടോ. പുറത്ത് പറയാൻ പറ്റാത്ത ഒരുപാട് വിഷമങ്ങൾ എല്ലാവരുടെ ഉള്ളിലും ഉണ്ടാവും. എൻ്റേന്ന് മാത്രമല്ല കേട്ടോ, ഓരോ മനുഷ്യൻ്റെ ഉള്ളിലും ഉണ്ടാവും. നമ്മൾ ഈ പുറമേ കാണുന്ന ഫേസും അല്ലെങ്കിൽ സ്വഭാവവും ഒന്നും ആയിരിക്കില്ല ചിലപ്പോൾ ഓരോരുത്തരുടെയും. അതേപോലെ ഉള്ളിലുള്ള വിഷമങ്ങളുടെ ആഴവും. എനിക്കും അത്യാവശ്യം നല്ല രീതിക്ക് വിഷമങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഒരുപാട് ഇങ്ങനെ സ്ട്രഗിൾ ചെയ്ത് ജീവിക്കുന്ന സമയത്ത് ചിലപ്പോൾ എന്താ പറയുക, നമ്മളെ കുറേ പേര് തെറ്റിദ്ധരിക്കുകയും ചെയ്യാമല്ലോ. പക്ഷെ നമുക്കതൊന്നും ഓപ്പണായിട്ട് നമ്മുടെ പ്രോബ്ലംസ് എന്താണെന്ന് പോലും പറയാൻ പറ്റാതെ കുറേ പ്രയാസങ്ങൾ കൊണ്ട് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ടാവില്ലേ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഏറ്റവും നല്ലൊരു ആശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ പ്രാർത്ഥന തന്നെയാണ്. അതും ഭൂമിയിലെ ശ്രേഷ്ഠമായ പടച്ചോൻ്റെ ആ ഒരു സന്നിധിയിൽ നേരിട്ട് പോയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാനൊരു ഭാഗ്യം കിട്ടുക എന്ന് പറയുന്നത് ശരിക്കും ഒരു ലക്ക് തന്നെയാണ്. ആരൊക്കെ എന്തൊക്കെ തന്നെ പറഞ്ഞാലും പടച്ചോനെ എനിക്ക് ആ ഒരു
ഭാഗ്യം തന്നു എന്ന് വിശ്വസിക്കുന്നു. ഇനിയും നടന്നിട്ടില്ല, നടക്കണം, നമ്മളവിടെ എത്തണം. അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഇനി കാര്യങ്ങൾ നടക്കുമോ ഒന്നും നമുക്കറിയില്ല. അതെത്താനും വേണ്ടിയിട്ട് നിങ്ങൾ ദുആ ചെയ്യണം. ഞാനിപ്പോൾ എന്തിനാ ഇപ്പോൾ നിങ്ങളോട് പറഞ്ഞതെന്ന് വെച്ചാൽ, ഞാൻ പറയാതെ പോകണം എന്നാണ് വിചാരിച്ചത്. സാധാരണ എൻ്റെ എല്ലാ കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. പക്ഷേ ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ മലപ്പുറം പോകുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ, മലപ്പുറത്ത് ഉംറൻ്റെ ക്ലാസ് ഉണ്ടായിരുന്നു, അതിന് വേണ്ടിയിട്ട് പോകുമായിരുന്നു. പക്ഷേ ഞാൻ ഉംറ ക്ലാസ് ആണെന്ന് ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടില്ല. അപ്പോൾ ക്ലാസ്സിന് പോയപ്പോഴാണ് പറഞ്ഞത്, നമ്മളെല്ലായിടത്തും പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ തീർത്തിട്ട് വേണം പോകാൻ എന്നുള്ളത്. അപ്പോൾ പോയ കാര്യം നല്ല രീതിക്ക് നമുക്ക് നടന്ന്, അതായത് പഠിച്ചോൻ സ്വീകരിക്കണമല്ലോ. അതുകൊണ്ട് അപ്പോൾ ഇങ്ങനെ വിചാരിച്ചു ഈ വീഡിയോയിലൂടെ. അപ്പം ഞാൻ നേരിട്ട് ആരെങ്കിലും ഇടപഴകുകയാണെങ്കിൽ അവരുടെ അടുത്ത് മാത്രം സംസാരിച്ചാൽ മതി, അല്ലെങ്കിൽ പറഞ്ഞാൽ മതി. ഇത് അങ്ങനെയല്ലല്ലോ. കുറേ കൊല്ലമായിട്ട് എൻ്റെ കൂടെ നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. കമൻറ്റിലൂടെ നമ്മൾ കോൺവെർസേഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്കിപ്പോൾ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ വാക്കുകൊണ്ടോ എന്തെങ്കിലും കൊണ്ട് നിങ്ങളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിന് വിഷമോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എനിക്ക് മനസ്സറിഞ്ഞ് പൊരുത്തപ്പെട്ട് തരണം. ഞാൻ ഉംറയ്ക്ക് പോവാണ്. നിങ്ങൾ ഓരോരുത്തരും എടുത്തു പറഞ്ഞ് എനിക്ക് ദുആ ചെയ്യാൻ പറ്റൂല. പക്ഷേ എന്നോട് വസിയത്ത് ചെയ്യുന്ന ഓരോരുത്തർക്കും പൊതുവായിട്ട് ഞാൻ ദുആയിൽ നിങ്ങളെയും ഉൾപ്പെടുത്താം. ഓരോരുത്തരുടെയും ഹാജത്ത് ഹലാലായിട്ടുള്ളതൊക്കെ നിറവേറി കിട്ടട്ടെ. എന്താ പറയുക, വീടില്ലാത്തവർക്ക് വീടാവട്ടെ, കുട്ടികളില്ലാത്തവർക്ക് കുട്ടികളാവട്ടെ, കുട്ടികൾക്ക് നല്ല പഠനവും കാര്യങ്ങളൊക്കെ കിട്ടട്ടെ. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാനും ദുആ ചെയ്യാം ഇൻഷാ അല്ലാഹ്. നിങ്ങളും എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ കർമ്മങ്ങളൊക്കെ കറക്റ്റായിട്ട് നിർവഹിച്ച് തിരിച്ചു വരാനും പറ്റാനും വേണ്ടിയിട്ട് ദുആ ചെയ്യണം കേട്ടോ. എനിക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഞാൻ അവിടെ തന്നെ പഠിച്ചവൻ്റെ സന്നിധിയിൽ അവിടെ തന്നെ മരിച്ചു പോകാനും, അതല്ല എൻ്റെ മക്കൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ തിരിച്ചു വരാനും ആയിരിക്കും യോഗ ഉണ്ടാവുക കേട്ടോ. അപ്പോൾ നമുക്ക് റെസിപ്പി പറയാൻ ഞാനതൊന്നും പറഞ്ഞില്ല. ഞാൻ ക്യാരറ്റ് കൊണ്ട് സിമ്പിളായിട്ട് ഭയങ്കര ഈസി ആയിട്ട് കഴിക്കാൻ കുട്ടികൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഒരു സംഭവം ഉണ്ടാക്കുകയാണ്. അതിന് കുറച്ച് കൂടുതൽ ഞാൻ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ക്യാരറ്റ് അതുപോലെ നീളത്തിൽ ചീകണം കേട്ടോ. ചീകിയെടുത്താണ് ഞാനിത്, അതായത് ന്യൂഡിൽസ് പോലെ ഉണ്ടാവും മക്കൾ കഴിക്കുമ്പോൾ എടുത്തിട്ടുള്ളത്. ഈ കട്ടിങ്ങിലും നമ്മൾ ഉണ്ടാക്കുന്ന ഫുഡിന് ടേസ്റ്റ് വ്യത്യാസം വരും കേട്ടോ. നമ്മൾ കുറച്ച് വലുതാക്കിയിട്ടൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് വേറൊരു ടേസ്റ്റ് തന്നെയായിരിക്കും. പിന്നെ ഈ എണ്ണയിലേക്ക് ഇതെടുത്ത് ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന്, ക്യാരറ്റ് നമുക്ക് കുക്ക് ചെയ്യാതെയും കഴിക്കാം. അപ്പോൾ ഒരുപാട് കുക്കാവണ്ട, ഒരു പാകത്തിന് കുക്കാവുമ്പോൾ ആ എണ്ണ സെപ്പറേറ്റ് മാറ്റിയിട്ട് ഈ ക്യാരറ്റ് മാത്രം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം കേട്ടോ. ഞാൻ ഇന്ന് ക്യാരറ്റ് റൈസും ഉണ്ടാക്കുന്നുണ്ട്, ഇതുപോലെ ക്യാരറ്റ് ഉപ്പേരി ഉണ്ടാക്കുന്നുണ്ട്. ഉപ്പേരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാധാ പോലെ തോന്നും, അപ്പോൾ നിങ്ങൾ വേറെ എന്തെങ്കിലുമൊക്കെ പേരിട്ടോ. നമ്മൾ ഉണ്ടാക്കുന്നതിൽ ചെറിയ ചില മാറ്റങ്ങൾ മാത്രം വരുത്തിയാൽ മതി, സംഭവം അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. എന്നിട്ട് അതേ ഓയിൽ ഞാൻ വീണ്ടും ചൂടാക്കി അതിലേക്ക് വലിയ ജീരകമില്ലേ അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് പൊട്ടി വരുമ്പോൾ ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഈ സോസ് വേണം എന്നില്ല, നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാത്രം ഉപയോഗിച്ചാൽ മതി. ഈ സോസ് എന്താണ്, സെഷ്വാൻ സോസ് എന്ന് പറയില്ല, ആ സംഭവമാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ തക്കാളിയും മുളക് പൊടിയും ഒന്ന് മിക്സിയിലിട്ട് പേസ്റ്റ് ആക്കിയിട്ട് അത് ഇട്ടാലും മതിയാവും കേട്ടോ. പിന്നെ ഇത് നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന ആ ക്യാരറ്റിലേക്ക് ഈ ഓയിലും ഈ ഒരു വെളുത്തുള്ളിയും കൂടെ ഒഴിച്ചു കൊടുക്കുക. അടിപൊളി ടേസ്റ്റ് ആയിരിക്കും, ഭയങ്കര സിമ്പിളാണ് കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കണം. പിന്നെ ഞാൻ ആ പാനിൽ തന്നെ കുറച്ച് ഓയിലും ഇതും മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിലേക്ക് ഞാൻ നേരത്തെ അവിടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്തെടുക്കുകയാണ്, വേറെ ഒന്നും ചെയ്തിട്ടില്ല. അത് കണ്ടില്ലേ, ആ ക്യാരറ്റ് അതിലേക്ക് വെറുതെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. കാരണം ആ എണ്ണയും അതിൻ്റെ ആ ഒരു ഇത് കളയണ്ടെന്ന് വിചാരിച്ചിട്ട് ആണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. നമുക്ക് ക്യാരറ്റ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ക്യാരറ്റാണ് കേട്ടോ അത്. ഇനിയിപ്പോൾ അതിങ്ങനെ ആക്കിയിട്ട് ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ചോറ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതൊന്ന് ഊറ്റിയെടുക്കാനും വേണ്ടിയിട്ട് പോവാണ്. നിങ്ങൾക്കിപ്പോൾ തലേ ദിവസത്തെ ചോറുണ്ട്, നല്ലതാണ്, അല്ലെങ്കിൽ രാത്രി തന്നെ കുട്ടികൾക്ക് ഇങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ട് റൈസ് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനത്തെ റൈസും നമുക്കിതിന് ഉപയോഗിക്കാം. പക്ഷെ പൊന്നി റൈസ് രാത്രി വെച്ചിട്ട് രാവിലെ നമ്മൾ കുക്ക് ചെയ്ത് പിന്നെ ഉച്ചയ്ക്ക് മക്കൾ കഴിക്കുമ്പോഴേക്കും ചിലപ്പോൾ കേട് വന്നു പോകും. അതുകൊണ്ട് ഞാൻ അങ്ങനെ രാത്രി ഉണ്ടാക്കി വെക്കലില്ല. ബസ്മതി റൈസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ആക്കി വയ്ക്കാം. ഇനിയിപ്പോൾ ഉണ്ട മസൂരി അതുപോലെയുള്ള വലിയ വണ്ണുള്ള അരികളില്ലേ, അതൊക്കെ രാത്രി വെച്ചാലും നമുക്ക് ഉച്ചയാകുമ്പോഴേക്കും കേട് വരുമൊന്നുമില്ല കേട്ടോ. എനിക്ക് ഏറ്റവും പേടിയുള്ളൊരു ടാസ്കി ആയിട്ടുള്ള സംഭവം ഈ ചോറ്
വാറ്റുന്ന ഈ ഒരു പരിപാടിയാണ്. മിക്ക സമയത്തും അതിൻ്റെ ആവി കൊണ്ടിട്ട് കൈ പൊള്ളും. ഞാൻ തരാം നിൽക്ക്. കൈപ്പൊള്ളി ഈ ഷോർട്ട് വീഡിയോയിലൊക്കെ കാണുന്ന സമയത്ത് നല്ല രസമുണ്ടാവും പ്രസൻറ്റേഷനും കാര്യങ്ങളൊക്കെ. ശരിക്കും അതിൻ്റെ പിന്നാമ്പറം എന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നോ മൊത്തത്തിൽ ജഗപൊകയായിരിക്കും. അതാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്നത്. ഇനിയിപ്പോൾ നമ്മൾ റൈസ് ഉണ്ടാക്കാൻ പോകണം. അതിന് വേണ്ടിയിട്ട് ഒരു കടായിലേക്ക് ഒരു കഷ്ണം ബട്ടർ ഒന്ന് ചൂടാക്കിയിട്ട് അതിലേക്ക് പെരുംജീരകം, അതായത് വലിയ ജീരകം ഇട്ട് കൊടുക്കുക. പിന്നെ കട്ട് ചെയ്ത ഗാർലിക് ഒരു 5-6 അല്ലി ഉള്ളത് അതും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ പട്ട, ഗ്രാമ്പു, ഏലക്ക എല്ലാം ഓരോ ചെറിയ ചെറിയ കഷ്ണങ്ങൾ മാത്രമേ ഉള്ളൂ. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇതൊന്ന് സോട്ട് ചെയ്തെടുക്കുക കേട്ടോ. അതൊന്ന് സോട്ടായി വരുമ്പോൾ നമ്മൾ നേരത്തെ വാറ്റി വെച്ചിരുന്ന നമ്മുടെ ചോറുണ്ടല്ലോ, ഇനിയിപ്പോൾ തലേ ദിവസത്തെ ചോറാണെങ്കിലും മതി, അതല്ല നിങ്ങൾ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കിയ ചോറാണെങ്കിലും മതി, ഈ കടായിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതിൻ്റെ ഇതൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കണം. ഇനിയിപ്പോൾ ഞാൻ അടുത്തത് ആഡ് ചെയ്യണത് വേണമെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. സോയ സോസ് ഉണ്ടെങ്കിൽ സോയ സോസ് നിങ്ങൾക്കൊന്ന് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. വേണമെന്ന് നിർബന്ധമില്ല. നമുക്കൊരു ഫ്രൈഡ് റൈസിൻ്റെ ഒക്കെ ടേസ്റ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ സോയ സോസും കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും കൂടെ ആഡ് ചെയ്യാം. നിർബന്ധമേ ഇല്ല കേട്ടോ, വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്താൽ മതി. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ ചുച്ചുക്കുട്ടിയാണ് വീഡിയോ എടുക്കുന്നത്, അതുകൊണ്ട് ചില സമയത്ത് ഇങ്ങനെ ബ്ലറാവും, ക്യാമറ ഷെയ്ക്കാവും. പിന്നെ നിങ്ങളിതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യും എൻ്റെ അവസ്ഥ മനസ്സിലാക്കിയിട്ട് എന്ന് വിചാരിക്കുന്നതുകൊണ്ടാണ് ഞാൻ പിന്നെ ചുച്ചുക്കുട്ടീനെ തന്നെ എടുക്കാൻ കൊടുക്കുന്നത് കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ ആ പാനിലിട്ട് വെച്ചിരുന്ന നമ്മുടെ ക്യാരറ്റ് ഇല്ലേ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നേരത്തെ ഞാൻ കുറച്ച് ഓയിൽ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതിലുള്ളത്. ആ ഓയിലിൽ ഗാർലിക്കിൻ്റെ ഈ എസൻസൊക്കെ ഇറങ്ങിയതുകൊണ്ട് അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ആ ഓയിലും കൂടിയാണ് ഇതിലേക്ക് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ചില്ലി ഗാർലിക് ഓയിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താലും മതി. ഞാൻ അതിന് പകരം സെപ്പറേറ്റ് ആയിട്ട് ഇതിൻ്റെ കൂടെ, അതായത് ക്യാരറ്റ് ഓയിൽ പോലെ ഉണ്ടാക്കിയതാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഞാൻ ഉണ്ടാക്കിയതിന് ഞാൻ തന്നെ സ്വയം പുകഴ്ത്താണെന്ന് വിചാരിക്കേണ്ട. ആ ഇൻഗ്രീഡിയൻസ് കാരണം ആണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് വരുന്നത്. അല്ലാതെ എനിക്ക് പ്രത്യേകിച്ച് കഴിവൊന്നും ഉണ്ടായിട്ടല്ല ഗൈസ്. സത്യം പറഞ്ഞാൽ എനിക്ക് കുക്കിങ് കാര്യങ്ങളൊന്നും വലിയ വശമില്ലാത്ത ഒരാളാണ്. എനിക്കിതൊന്നും അറിയില്ല എന്ന് വിചാരിച്ച ഒരാളാണ്. പക്ഷേ പഠിച്ചോൻ എനിക്ക് എൻ്റെ റിസ്ക് ഈ കുക്കിങ്ങും ഈ അത് കണ്ടൻ്റ് ആക്കലിലൂടെയാണ് പഠിച്ചോൻ എനിക്ക് വിധിച്ചിരിക്കുന്നത്. എന്താണ് നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലായിരിക്കും പഠിച്ചോൻ നമുക്ക് ബർക്കത്ത് തരാമെന്ന് പറഞ്ഞ പോലെ കുക്കിംഗ് ഒന്നും ശരിക്കും എനിക്ക് അറിയേയില്ല എന്ന് വിചാരിച്ചൊരു സംഭവമാണ്. പക്ഷേ ഇന്ന് അതാണ് എൻ്റെ ചോറ്. അപ്പോൾ ഇതേ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ, അതിൽ നമ്മൾ ദാരിദ്ര്യം പേടിച്ച് മക്കളെ ചുരുക്കരുത് അല്ലെങ്കിൽ മക്കളെ കൊല്ലരുത്, അവർക്കുള്ള റിസ്ക് പടച്ചോനാണ് തരുന്നതെന്ന് പറയില്ലേ, അതാണ് ഞാൻ ശരിക്കും വിശ്വസിക്കുന്നത്. എനിക്ക് പടച്ചോൻ കുറേ മക്കളെ തന്നതുകൊണ്ടും ഞാൻ അതൊരു മടിയും കൂടാതെ സ്വീകരിച്ചതുകൊണ്ടും ആയിരിക്കാം മേ ബി ഏറ്റവും നല്ല രീതിയിൽ എൻ്റെ മക്കൾക്ക് എനിക്കിപ്പോഴും ഭക്ഷണം കൊടുക്കാൻ പറ്റുന്നത്. അൽഹംദുലില്ലാ. പിന്നെ നമ്മൾ ഈ യൂട്യൂബിലും ഒക്കെ ഉള്ളതുകൊണ്ട് ഇപ്പോൾ ഉംറ അല്ലെങ്കിൽ നമ്മുടെ നമസ്കാരം അല്ലെങ്കിൽ പഠിച്ചോന് എന്നൊക്കെ പറയുമ്പോൾ പലർക്കും ഒരു പുച്ഛമാണോ, ഇവൾക്ക് എന്ത് പഠിച്ചോന്, ഇവൾ യൂട്യൂബിലുള്ളതല്ലേ, ഇവൾക്ക് അതിനുള്ള അർഹതയില്ല, യോഗ്യതയില്ല എന്നൊക്കെ പറയുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് അവരോട് പറയാനുള്ളത്, ഓരോരുത്തരെയും ഇൻഡിവിജ്വലായിട്ട് അവരുടെ സ്വർഗവും നരകവും അവരുടെ പാപവും അല്ലെങ്കിൽ അവരുടെ നന്മ കാര്യങ്ങളൊക്കെ ശരിക്കും അറിയുന്നത് പഠിച്ചവന് മാത്രമായിരിക്കും. നിങ്ങൾ അതുകൊണ്ട് അങ്ങനെ ജഡ്ജ് ചെയ്യരുത് കേട്ടോ, അത് ആരാണെങ്കിലും ശരി. എനിക്ക് ചില സമയത്ത് അങ്ങനെയൊക്കെ കാണുമ്പോൾ എനിക്ക് ഇങ്ങനെ സങ്കടം വരാറുണ്ട്. നമ്മൾ എത്രത്തോളം സാക്രിഫൈസ് ചെയ്തിട്ട് എന്തൊക്കെ നോക്കി ഓരോ കാര്യങ്ങളും ചെയ്തിട്ട് എന്തൊക്കെയാണല്ലേ കേൾക്കേണ്ടി വരുന്നത് എന്നുള്ളത്. ഇത് ഞാനിപ്പോൾ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഉംറയ്ക്ക് പോണ ആ ഒരു കാര്യം പറയണമുണ്ട് കുറച്ച് പേരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയാനുള്ള ചാൻസ് ഉണ്ട് ഗൈസ്.
നല്ലോണം നമ്മൾ ഇങ്ങനെ വിഷമിച്ച് ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് നിൽക്കുമ്പോൾ അങ്ങനെയൊക്കെ കേൾക്കുന്ന സമയത്ത് നമ്മുടെ കൈ വിട്ടു പോകും. അതാണ് ഒരു സത്യാവസ്ഥ. അപ്പോൾ ഞാൻ ആരെങ്കിലും ഏതെങ്കിലും രീതിയിൽ മനസ്സിനെ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പൊരുത്തപ്പെട്ട് തരണം കേട്ടോ. പിന്നെ നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തത് അപ്പോഴേക്കും ഞാനിപ്പുറത്ത് മുട്ട താഴെ പുഴുങ്ങാനിട്ടു. അതിൻ്റെ മുകളിലത്തെ പാത്രത്തിൽ നമ്മുടെ സ്വീറ്റ് കോണും കൂടെ വേവിക്കാനും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് റെഡി ആയിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ രണ്ടും ഒറ്റ പരിപാടിയിൽ കഴിഞ്ഞു. ഓക്കെ, ഇനിയിപ്പോൾ മുട്ട ഒന്ന് തൊലിയൊക്കെ ഒന്ന് പൊട്ടിച്ച് എടുക്കണം. ഇതിൻ്റെ ഇടയിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന താത്ത ലീവിന് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം പിന്നെ വന്നു. പിന്നെ അതിന് ശേഷം ഇപ്പോഴും ലീവിന് പോയിരിക്കുന്ന സമയമാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഒറ്റയ്ക്ക് ഇതിനകത്ത് കിടന്ന് ഇങ്ങനെ ഓടി നടക്കുന്ന നിങ്ങൾ കാണുന്നത്. മിക്ക സമയത്തും എൻ്റെ വീഡിയോസ് നിങ്ങൾ കാണുമ്പോൾ ഇവിടെ ആരും ഉണ്ടാവില്ല. ആ ദിവസമായിരിക്കും ഞാൻ മിക്ക സമയത്തും വീഡിയോസ് എടുക്കാനായിട്ട് വരുന്നതും. അല്ലാത്ത ദിവസങ്ങളിൽ ഞാൻ ബാക്കിയുള്ള എഡിറ്റിങ്, പ്രൊമോഷൻ വർക്ക് കൂടുതലായിരിക്കും, അതിലായിരിക്കും ഇൻവോൾവ് ആയിട്ടുണ്ടാവുക. കൈ നല്ല രീതിക്ക് പൊള്ളുന്നുണ്ട്. ഒന്നാമത് എന്താണെന്ന് വെച്ചാൽ ഒറ്റയ്ക്കാണ്, ഇതെല്ലാം ഒറ്റയ്ക്ക് ചെയ്യാൻ വേണം. അതിൻ്റെ കൂടെ ചുറ്റുകുട്ടി കറക്റ്റായിട്ട് വീഡിയോ എടുക്കുന്നുണ്ടോയെന്ന് ഇടയ്ക്കിടയ്ക്ക് നോക്കാൻ വേണം. അപ്പോൾ കുറേ ടൈം എനിക്ക് പോകും. പിന്നെ നമുക്ക് പരീക്ഷിക്കാൻ പറ്റിയ സമയമല്ലല്ലോ. രാവിലെ കുട്ടികൾക്ക് സ്കൂളിലെ ടൈം ആയതുകൊണ്ട് ആ സമയമാകുമ്പോഴേക്കും അവരെ റെഡിയാക്കി വിടാൻ വേണം. ചുച്ചുകുട്ടി ഗ്യാങ്ങിനും ഹയാനൊക്കെ എല്ലാം 9 മണിക്കാണ് ക്ലാസ് തുടങ്ങുക. പക്ഷേ മിക്കവാറും ചിലപ്പോൾ 9:15 കഴിയും ഇവർ പോകാനും വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ഈ സാധനങ്ങൾ ഈ ടേബിളൊന്ന് നീറ്റാക്കി എടുത്ത് അവിടെയാണ് നമ്മൾ ലഞ്ച് ബോക്സ് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുന്നത്. ഞാൻ എങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ ലഞ്ച് ബോക്സിൻ്റെ പാക്കിംഗ് വീഡിയോ വേറെ എടുക്കും, റെസിപ്പി വീഡിയോ വേറെ എടുക്കും. അതുകൊണ്ടും കുറച്ചും കൂടെ ടൈം ഇങ്ങനെ ആവും കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ നല്ല തിരക്കായിരിക്കും. കാരണം കുറേ കാര്യങ്ങൾ എനിക്ക് അറേഞ്ച് ചെയ്യാനുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ വക്കീൽ ഓഫീസിലേക്ക് പോണതും അങ്ങനെ കുറേ പ്രോബ്ലംസ്, വേറെ കുറേ സംഭവങ്ങളും ഉണ്ട്. പിന്നെ നമ്മുടെ പഴയ വീടിൻ്റെ കുറേ കാര്യങ്ങളും അതിൻ്റെ ഇടയിൽ കൂടെ അതിൻ്റെ ക്ലീനിങ് കാര്യങ്ങളൊക്കെ ഒന്ന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഉംറക്ക് പോണതിൻ്റെ കുറേ പർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് പൊതുവേ ഞാൻ അങ്ങനെ ഒരുപാട് ഡ്രസ്സുകളൊന്നും എടുക്കുന്ന ഒരാളല്ല. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, മിക്ക വീഡിയോസിലും നമ്മൾ റിപ്പീറ്റഡ് ആയിട്ടാണ് ഡ്രസ്സുകൾ ഇങ്ങനെ ഇട്ട് വരുന്നത്. അപ്പോൾ എനിക്ക് എന്തായാലും ഇപ്പോൾ ഇനിയിപ്പോൾ ഉംറക്ക് പോകുമ്പോൾ കുറച്ച് ഒരു 5-6 നല്ല ഡ്രസ്സുകളൊക്കെ അതിന് പറ്റിയ പോലെ ഫുൾ സ്ലീവ് കാര്യങ്ങളൊക്കെയുള്ള ഡ്രസ്സൊന്ന് അറേഞ്ച് ചെയ്യണം. ഇവിടെ ശരിക്കും പറഞ്ഞാൽ പാലക്കാട് അത്ര നല്ല ഡ്രസ്സുകളൊന്നും അങ്ങനെ കിട്ടാറില്ല. അപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടതെന്നുള്ള ആ ഒരു ആലോചനയിലും കൂടിയാണ്. ഉംറ ക്ലാസ്സിന് പോയ സമയത്ത് അവർ ബാഗ് കാര്യങ്ങൾ ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യാനും വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ 24th ടു തിരിച്ചു വരുന്നത് വന്നിട്ട് 8-ാം തീയതിയാണ്, അതായത് ജൂലൈ 8-ാം തീയതിയാണ് തിരിച്ചു വരുന്നത്. അപ്പോൾ അതുവരെ എന്തായാലും ഞാൻ ഇവിടെ ഉണ്ടാവില്ല. ഇനി തിരിച്ചു വന്നാലും ഞാൻ ഉണ്ടാവുമോയെന്നും അറിയില്ല, തിരിച്ചു വരുമോയെന്നും അറിയില്ല. എല്ലാം പഠിച്ചോൻ്റെ കയ്യിലാണ്. സോ എന്നെ എൻ്റെ മക്കളെയും മറക്കരുത് ഗൈസ്, നിങ്ങളുടെ ദുആയിൽ എന്തായാലും ഉൾപ്പെടുത്തണം കേട്ടോ. ഇത് ഞാൻ ടേബിള് സെറ്റാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതെല്ലാം കൂടെ ഒന്ന് പാക്ക് ചെയ്ത് എടുക്കണം. ഞാൻ ഇതിൻ്റെ ഇടയിൽ കുറേ കാര്യങ്ങൾ ഞാനിങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആലോചിച്ചു കൂട്ടും, ആ ബിസിനസ് ചെയ്താലോ ഈ ബിസിനസ് ചെയ്താലോ. കാരണം നമുക്ക് ഈ 5-6 പേർക്ക് ജീവിച്ചു പോകണമെന്ന്, 7 പേര് താത്താരെയും കൂട്ടിയിട്ട് ജീവിച്ചു പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഈസി ഒന്നുമല്ല. ഈ ഒരു എന്താ പറയുക, ലോകത്ത് ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതിയും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല പൈസ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിക്ക് ജീവിക്കാനായിട്ട് പറ്റുള്ളൂ. എനിക്ക് എന്തായാലും നല്ല രീതിക്ക് ജീവിക്കണം, മക്കൾക്ക് നല്ല രീതിയിൽ ജീവിപ്പിക്കണം എന്നാഗ്രഹിക്കുന്ന ആളാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ പുതിയ പുതിയ ബിസിനസ് എന്ത് ചെയ്യാമെന്ന് ഇങ്ങനെ ആലോചിക്കും. ആ സമയത്താണ് എനിക്ക് ഈ ഫുഡ് ക്ലൗഡ് കിച്ചൺ പോലെ സെറ്റ് ചെയ്തിട്ട് ഈ ലഞ്ച് ബോക്സ്, സാലഡ് ബോക്സൊക്കെ ചെയ്യാമെന്നുള്ള ഒരു ഐഡിയ ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് PG സ്റ്റാർട്ട് ചെയ്യാമെന്നുള്ള കുറേ ഐഡിയ ഒക്കെ വന്നു. പിന്നെ ചില സമയം എനിക്ക് മൊത്തത്തിൽ ഞാൻ ഡൗൺ ആവും. അപ്പോൾ എനിക്ക് തോന്നി, ഞാൻ എന്തിനാണ് ഈ ഒറ്റയ്ക്ക് ഞാനൊരാൾ എങ്ങനെയും ബുദ്ധിമുട്ടി ഓരോ റിസ്ക് എടുത്ത് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമുക്ക് അതിൻ്റേതായിട്ടുള്ള കുറേ ടെൻഷൻസും അതിൻ്റെ പുറകിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ എനിക്ക് തോന്നി, ഞാൻ എന്തിനാണ് അങ്ങനെ ഒറ്റയ്ക്ക് ഇത്രയും ബുദ്ധിമുട്ടുന്നത്. ഓൾറെഡി ഞാൻ കുറേ കാര്യങ്ങൾ സെറ്റാക്കി വെച്ചിട്ടുണ്ടല്ലോ, അതൊക്കെ റെഡിയാക്കിയിട്ട് അങ്ങനെ പോയാൽ പോരെ, ഇങ്ങനെ കുറേ ചിന്തകളൊക്കെ വരും കേട്ടോ. അങ്ങനെ ചിന്തിച്ച് ഏറ്റവും അവസാനം ഞാൻ ഇനി ഒന്നും ചെയ്യൂല എന്ന് ചിന്തിച്ച്. എന്നെക്കൊണ്ട് പറ്റൂല, എന്നെക്കൊണ്ട് വയ്യ. എനിക്ക് കുറേ ഹെൽത്ത് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ അടുപ്പിച്ച് കുറേ കാലം ഉറങ്ങാതെയും
പിന്നെ കണ്ടിന്യൂസ്ലി കുനിഞ്ഞിരുന്ന് എഡിറ്റ് ചെയ്തിട്ടും പിന്നെ കുറേ പ്രസവങ്ങളും കാര്യങ്ങളും അങ്ങനെ എല്ലിൻ്റെ കുറേ പ്രോബ്ലങ്ങളും ഒക്കെ ആയിട്ട് കുറേ പ്രോബ്ലംസ് അല്ലേ. അപ്പോൾ ഇപ്പോൾ ഞാനെടുത്ത തീരുമാനം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു ബിസിനസ് ഇനി ചെയ്യൂല, എനിക്ക് കുറച്ച് റെസ്റ്റ് എടുത്ത സമാധാനത്തിൽ ജീവിക്കണം എന്നൊക്കെ വേണ്ടിട്ട്. അപ്പോൾ പിന്നെ വിചാരിച്ചു ഏതായാലും ഉംറയ്ക്ക് പോവാം. ഉംറയ്ക്ക് പോയിട്ട് വന്നിട്ട് എൻ്റെ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ തോന്നും, അതിനനുസരിച്ച് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോവാം എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു തീരുമാനം കേട്ടോ. എല്ലാം ഹൈറായ രീതിയിൽ നടക്കാനും വേണ്ടിയിട്ട് ഓരോരുത്തരുടെയും ദുആ വേണം. പിന്നെന്താ ഇതേ നമ്മുടെ ഇച്ചു ബേബി എന്തോ ചോദിക്കുന്നുണ്ട്, പാവം ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ അവളെന്താ ചോദിക്കണമെന്നുള്ളത്. ഞാൻ ഈ പാക്ക് ചെയ്യുന്ന സമയത്ത് ഭയങ്കര തിരക്കായിരിക്കും, എല്ലാം കറക്റ്റായിട്ട് കിട്ടാൻ വേണം, കുട്ടികൾ കറക്റ്റ് സമയത്തിന് ഇറങ്ങാൻ വേണമല്ലോ. ആ ഒരു ബേജാറിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. അവൾ കുക്കുംബറാണോ എന്ന് തോന്നുന്നു ചോദിക്കുന്നത്. പിന്നെ അതിന് ശേഷം ഞാൻ കൊടുത്തു എന്ന് തോന്നുന്നു. പിന്നില്ലേ ഈ ഇമ്പോർട്ടഡ് ആയിട്ടുള്ള നീ ലെങ്ത്ത് വരുന്ന ഫുൾ സ്ലീവൊക്കെ വരുന്ന നല്ല മെറ്റീരിയലുള്ള ഡ്രസ്സുകളുണ്ടാവില്ലേ, അങ്ങനത്തെ ഡ്രസ്സ് എവിടെയെങ്കിലുമൊക്കെ കിട്ടും, നല്ല പേജസ് ഏതെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. ഞാൻ ചെക്ക് ചെയ്തിട്ട് എനിക്ക് ഓൺലൈനിൽ നിന്ന് വാങ്ങാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നോക്കാമെന്ന് വിചാരിച്ചു. ഞാൻ പിന്നെ സ്റ്റോറി ഇട്ടാലോ എന്നൊക്കെ വിചാരിച്ചു ഇൻസ്റ്റഗ്രാമിൽ, പിന്നെ വേണ്ട, ആരോടും പറയണ്ടെന്ന് വിചാരിച്ചല്ലോ. പിന്നെ ഇനിയിപ്പോൾ എന്തായാലും യൂട്യൂബിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നല്ല ഡ്രസ്സൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഇന്നലെ ഞാനൊരു ഷോപ്പിൽ പോയി നോക്കി, പക്ഷെ എനിക്ക് ഒന്നും ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഇൻഷാല്ലാ അങ്ങനെ കുറച്ച് പർച്ചേസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ദേ നമ്മുടെ രാവിലത്തെ ജഗപുക പരിപാടികൾ കഴിഞ്ഞിട്ടുണ്ട്. ലഞ്ച് ബോക്സ് എല്ലാം റെഡി ആയിട്ടുണ്ട്. നിങ്ങളിതിൽ ശ്രദ്ധിച്ചോന്ന് അറിയില്ല, ഹയാന് നോർമലായിട്ടുള്ള കുറച്ച് വലിപ്പത്തിലുള്ള ലഞ്ച് ബോക്സാണ് ഇഷ്ടം. ഇഷ്ടം മീൻസ് അവന് എന്താ പറയുക, അതിൽ കുറേ ഫുഡ് വേണം എന്ന് പറഞ്ഞിട്ട്. പിന്നെ അവന് ചെറിയൊരു മടിയുണ്ട് ഈ കമ്പാർട്ട്മെൻറ്റായിട്ട് കൊണ്ടുപോകുമ്പോൾ. അപ്പോൾ അവന് അതിലാണ് ആക്കിയത്. ബാക്കിയുള്ളവർക്ക് നമ്മൾ സെയിൽ ചെയ്യുന്ന ആ ഒരു ലഞ്ച് ബോക്സിലാണ്. ഏകദേശം നമ്മുടെ സാധനങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ലഞ്ച് ബോക്സ് എല്ലാം ഞാനിപ്പോൾ ഒന്നും റീസ്റ്റോക്ക് ചെയ്തിട്ടില്ല, ഉള്ളത് വിറ്റ് തീർക്കുക. ഞാൻ പറഞ്ഞില്ല, എനിക്ക് എല്ലാറ്റിനോടുള്ള ഇൻട്രസ്റ്റ് പോയി, എനിക്കിനി റെസ്റ്റ് വേണം, എനിക്കും വേണ്ടി എനിക്ക് ജീവിക്കണം തോന്നിയെന്ന്. അതുകൊണ്ട് ഞാൻ പുതിയ സാധനം റീസ്റ്റോക്ക് ചെയ്തിട്ടില്ല കേട്ടോ, ഉള്ളതാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ കുട്ടികൾക്ക് ഞാൻ രാവിലെ നല്ല തിരക്കുള്ള സമയമാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ മൊത്തത്തിൽ ചോറിട്ടിട്ട് അവർക്ക് ആ ചോറ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതന്നെ കൊടുക്കും കേട്ടോ. എനിക്കിനിപ്പോൾ വേറെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനുള്ള സമയമില്ല, ആരോഗ്യമില്ല ഗായ്സ്. ചിലർ ചോദിക്കും അയ്യോ പാവം ആ കുട്ടികളുടെ അവസ്ഥ, ചോറ് തന്നെ രാവിലെ തിന്നേണ്ട ഗതികേട് എന്നൊക്കെ പറഞ്ഞിട്ട്. എത്രയോ പേര് രാവിലെ ഇഡ്ഡലിയും ദോശയും ഉണ്ടാക്കിയിട്ട് അതന്നെ ഉച്ചയ്ക്ക് മക്കൾക്ക് കൊടുത്തു വിടുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുള്ളവരൊന്നും ഒന്നും പറയില്ല, നമ്മൾ മാത്രം എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഓരോന്ന് പറയാൻ കുറേ ആൾക്കാരുണ്ടാവും. ശരി, നിങ്ങൾ പറയും അതും എന്താ പറയുക, നിങ്ങളുടെ ഹോബി പറയുന്നവർ പറയട്ടെ. ഇപ്പോൾ പക്ഷെ അങ്ങനെ അധികം ആൾക്കാരൊന്നും പറയുന്നില്ല, എങ്കിലും എന്തെങ്കിലും കുറ്റം പറയാൻ വേണ്ടിയിട്ട് വരുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ ഇവർക്കിപ്പോൾ ചോറാണ് കൊടുക്കുന്നത്. മക്കൾക്ക് ചോറ് ഭയങ്കര ഇഷ്ടമാണ്. അത് നോർമൽ റൈസ് ആണെങ്കിൽ അവർക്ക് കഴിക്കാൻ വലിയ താല്പര്യം ഉണ്ടാവില്ല. ഇതുപോലെയുള്ള റൈസൊക്കെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് രാവിലെയും വേണം, ഉച്ചയ്ക്കും വേണം, വൈകുന്നേരം വീട്ടിലേക്ക് വന്നാലും അമ്മി അതന്നെ തരുമോ എന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ മക്കളുടെ വയറ്, നമ്മുടെ മക്കൾക്ക് എന്താ ഇഷ്ടം അതിനനുസരിച്ച് നമുക്ക് കൊടുക്കാം. ഇതിലിപ്പോൾ പാവം തോന്നേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ സ്നാക്കായിട്ട് ഇവർക്ക് ബിസ്ക്കറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. അവർക്ക് എന്തെങ്കിലും നാച്ചുറലായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള സംഭവങ്ങൾ തന്നെ വേണം. അപ്പോൾ ഇന്ന് സ്നാക്കായിട്ട് കൊടുക്കുന്നത് നമ്മുടെ സ്വീറ്റ് കോണ്, അതിൽ കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ ദേ ഞാൻ പറഞ്ഞില്ലേ, ഇനിയിപ്പോൾ ഇവർക്ക് എല്ലാവർക്കും കൂടെ ഒരൊറ്റ പ്ലേറ്റിൽ വാരി കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് കാര്യം നടക്കും. പിന്നെ ഒരു പ്ലേറ്റ് കഴിക്കാൻ മതിയല്ലോ. അങ്ങനെയല്ല, ഇവർ 4 പേരും കഴിക്കാനിരുന്ന് കഴിഞ്ഞാൽ സമയവും. പിന്നെ ഇച്ചു ബേബിക്ക് എന്തായാലും വാരി കൊടുക്കണം. അപ്പോൾ പിന്നെ 4 പേർക്ക് ഒന്നിച്ച് അങ്ങോട്ട് വാരിത്തരാമെന്ന് പറഞ്ഞു. ഹയാനും അപ്പുറത്തിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ റനക്കുട്ടി എവിടെയെന്ന് ചിന്തിക്കുന്നുണ്ടാവും. റനക്കുട്ടി ഇവിടെ ഇല്ല. നീറ്റ് വീണ്ടും അവൾക്ക് എക്സാം എഴുതേണ്ടി വന്നല്ലോ, എഴുതണമല്ലോ, മറ്റേത് റദ്ദാക്കിയതുകൊണ്ട്. അത് അത്യാവശ്യം നല്ല ഈസി ആയിരുന്നു, പക്ഷേ ഇതിപ്പോൾ ഇങ്ങനെ ആയിപ്പോയി. അപ്പോൾ റനക്കുട്ടി അമ്മാൻ്റെ അവിടെ പോവാണ്, എനിക്കിവിടെ ഇരുന്നിട്ട് പഠിക്കാൻ പറ്റുന്നില്ല, ഇവിടുത്തെ ഓരോരോ സംഭവങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് റനക്കുട്ടി അവിടെ പോവാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ ശരി പോയിക്കോ, എങ്ങനെയെങ്കിലും ഒന്ന് ക്വാളിഫൈ ആയി കിട്ടിയാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ 3 കൊല്ലം മുമ്പേ അവളുടെ പഠനത്തിൻ്റെ കാര്യത്തിൽ ഭയങ്കര എന്താ പറയുക ബേജാറ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചു ഒരു ഷോപ്പിൻ്റെ റെൻറ്റ് അവളുടെ പഠനത്തിനും വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വെക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ പ്ലാനും കാര്യങ്ങളും ഒക്കെ എൻ്റെ മൈൻഡിലുണ്ടായിരുന്നു എൻ്റെ മക്കളുടെ കാര്യത്തിന്. പക്ഷേ എല്ലാം തകിടം മറിച്ച് എല്ലാ ബാധ്യതയും നമ്മുടെ തലയിലേക്ക് വന്ന സമയത്താണ് ഞാൻ മൊത്തത്തിൽ തകർന്നു പോയത്. നമ്മൾ വെറും ഒരു എന്താ പറയുക ATM മെഷീൻ പോലെ ആയിപ്പോകുന്നു എന്ന് തോന്നിയപ്പോൾ ഞാൻ വല്ലാതെ ആയിപ്പോയടോ.
എന്ത് പറയാനാണ്, അതൊക്കെ അങ്ങനെ പോട്ടെ. അത് എല്ലായിടത്തും പറഞ്ഞാലും മനസ്സിലാവുമൊന്നുമില്ല. അപ്പോൾ അത് കഴിഞ്ഞ് മക്കളൊക്കെ പോയി അലക്കാൻ കുറച്ച് തുണികളുണ്ടായിരുന്നു, അതൊക്കെ കൊണ്ടുപോയിട്ട് അലക്കാനിട്ടു. പിന്നെ ഈ ടേബിൾ കാര്യങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കണം. ഇത് കഴിഞ്ഞിട്ടിപ്പോൾ ഞാൻ ഡെയിലി ചിലപ്പോൾ വൈകുന്നേരം അമ്മാനെ കാണാൻ പോകും. അമ്മക്ക് ഹജ്ജിന് പോയിട്ട് വന്നിട്ട് കുറച്ച് സുഖമില്ലാതിരിക്കുകയാണ്, ആ ക്ലൈമറ്റും ഇവിടത്തെയും ഒക്കെ കൂടെ ആയിട്ട് കേട്ടോ. അപ്പം അതിൻ്റെ കുറച്ച് പ്രോബ്ലംസൊക്കെ ഉണ്ട്. അമ്മ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളിക്കും, നീ എന്താ ചെയ്യുന്നത്, നീ ബേജാറാവണ്ട, എല്ലാം ശരിയാവും, സമാധാനത്തിൽ ചെയ്യ്, ടെൻഷൻ ആവാണ്ട് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ഒരു ടെൻഷൻ ആവാണ്ട് ചെയ്യണം പറഞ്ഞാൽ കുറച്ച് പൈസ ഇങ്ങോട്ട് അയക്ക് ജീവിച്ചോണ്ടേ എന്ന് പറഞ്ഞിട്ട് തമാശയ്ക്ക് പറയണതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ആ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ എനിക്ക് കുറച്ച് മെഡിസിൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞില്ല, കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്. ബിക്കോസ് ഓഫ് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള നമ്മുടെ ഹെൽത്ത് നോക്കാതെയുള്ള ഓട്ടത്തിൽ കിട്ടിയ കുറേ സമ്മാനങ്ങളാണ് അതൊക്കെ. അപ്പോൾ അതിനുള്ള മരുന്നുകൾ കാര്യങ്ങളൊക്കെ കഴിച്ച് ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണുള്ളത്. വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ ഇൻഷാ അല്ലാഹ് കാണുന്നവരെ ബൈ ബൈ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പിന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അപ്പോൾ ദുആയിൽ ഉൾപ്പെടുത്താൻ മറക്കരുത് കേട്ടോ.